ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് ഇന്നത്തത്. അതും നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വൺ പോട്ട് ബിരിയാണിയാണ്. എന്ത് ബിരിയാണിയാണെന്ന് മനസ്സിലായോ? ബീട്രൂട്ട് ബിരിയാണി. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ആദ്യം തന്നെ പാനിലോട്ടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 ഏലക്ക, 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഒരു 8-9 കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, അതേപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും, ഒരു 2-3 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്തിട്ടേ നല്ല കനം കുറച്ചരിഞ്ഞ് ഒരു ബീട്രൂട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് അവിടെ കിടക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് നല്ല ചെറുതാക്കി അരിഞ്ഞ ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നല്ലോണം ഒരു മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അതും അവിടെ അങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി അരി ആയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ആദ്യം നമ്മുടെ ഈ ഒരു ബീട്രൂട്ടായിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ അരിയൊക്കെ ചൂടായി വരുന്ന സമയത്തെ 2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറകെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങൻ്റെ നീരൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നേരെ അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു അരി നന്നായിട്ടൊന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് വെന്ത് വന്നാലേ കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത നമ്മളുടെ വൺ പോട്ട് ബീട്രൂട്ട് ബിരിയാണി എങ്ങനെയുണ്ട്? ഉണ്ടാക്കാനൊക്കെ എന്താ എളുപ്പം അല്ലേ? ഇതിപ്പോൾ പാനിൽ ഉണ്ടാക്കിയതുകൊണ്ടാട്ടോ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇത് കുക്കറിലാണ് ഉണ്ടാക്കണമെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മളുടെ കളർഫുൾ ആയിട്ടുള്ള ബിരിയാണിയെ മക്കൾസിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അഭിപ്രായം താഴത്ത് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ.